ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? പറയൂ. നമുക്കും അറിയാലോ, പരസ്പരം എല്ലാവരും സുഖവിവരങ്ങളൊക്കെ അറിയുന്നത് നമുക്കൊരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അത് കട്ട് ചെയ്തപ്പോൾ ഞാനത് എടുക്കാനൊന്ന് വിട്ടുപോയി. കാരണം അന്ന് മലപ്പുറം എനിക്ക് ക്ഷേമനിധി ഓഫീസിൽ വരെ പോവേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ടപ്പേന്ന് ചെയ്തപ്പോൾ അത് കഷ്ണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഓനും സെപ്പറേറ്റ് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതിന് മിക്സഡ് ഉപ്പേരിയാണെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ പച്ചക്കറികളൊക്കെ കൊണ്ടുമ്പോൾ കുറേശ്ശെ ഓരോന്നിൽ ബാക്കിയാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളത് വേസ്റ്റ് ഒന്നൊന്നിന് മാത്രം തികയില്ല. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാം കൂടിയിട്ട് ഞാനിന്ന് എന്തൊക്കെ നല്ലൊരു അടിപൊളി മിക്സഡ് ഉപ്പേരി ഉണ്ടാക്കി. കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ, പല കളറുകൾ, പല രസങ്ങൾ, ഓരോന്നിനും ഓരോ ടേസ്റ്റ്. അപ്പോൾ എല്ലാ ടേസ്റ്റും കൂടി ചേർന്നതാണ് ഇന്നത്തെ നമ്മുടെ മിക്സഡ് ഉപ്പേരി. പറയുമ്പോൾ തന്നെ വായിക്കകത്ത് വെള്ളം ഉതിർന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മിക്സഡ് ഉപ്പേരി. കാരണം ഈ ഉപ്പേരി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറിനാണ്, ഇത് മാത്രം മതി. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയെന്നുള്ള എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെജിറ്റബിൾ കുറേശ്ശെ ഓരോന്ന് ബാക്കിയാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പം പയറുണ്ട്, ചുരക്കയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്. ഈ 5 ഐറ്റംസ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ മിക്സഡ് ഉപ്പേരി. 5 ഐറ്റംസ് ചേർന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് എന്താ പറയുക, എല്ലാം വളരെ പൊടിയാക്കി അരിയുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. 2, നമ്മൾ ചുവന്ന മുളക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യും. പിന്നെ അതിനകത്ത് എന്ത് ചെയ്യും, ചുമന്നുള്ളി, ഒരു പിടി കൊച്ചുള്ളി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. വെളുത്തുള്ളി നമ്മൾ കട്ടിംഗ് ബോർഡിന് മേലെ വെച്ചിട്ട് ചതച്ചെടുക്കും. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും ഈ ക്രഷ് ചെയ്ത കൊച്ചുള്ളിയും ചുവന്ന മുളകും കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കും. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ടിട്ട് എന്താ വെച്ചാൽ ഈ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ ഇതിനകത്തോട്ടിടും. അങ്ങനെ ഉപ്പിട്ട് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി മറിച്ച് അതങ്ങ് അടച്ച് മൂടി അങ്ങ് വെച്ചിട്ട് ചൂട് കയറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തീ വളരെ സിമ്മിലിട്ടിട്ട് അങ്ങനെ ആവി കയറി അങ്ങനെ വേവും. അതൊരു വല്ലാത്ത ടേസ്റ്റും നല്ലൊരു സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആരും ഒന്നും വിട്ടുപോകരുത്, മറന്നു പോകരുത്. ഇന്നത്തെ കറി എന്ന് പറയുന്നത് എന്താണ്, വെള്ളരിയും തക്കാളിയും കറിയാണ്. ഓക്കെ, കാരണം അത് കണ്ടല്ലോ, വെള്ളരിയും തക്കാളിയും കറി വറവിട്ട ഉടനെ കറി ഇളക്കാൻ പാടില്ല, അങ്ങ് അടച്ച് മൂടി വെക്കണം. നമ്മൾ വിളമ്പാൻ നേരത്തെ ഇളക്കാൻ പാടില്ല. വെള്ളരിയും തക്കാളിയും കൂടി കറിയും. അന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. രാവിലെ ഞാനല്ല, മരുമകളുടെ ഡ്യൂട്ടിയാണ്. ഇഡ്ഡലിയും സാമ്പാറുമാണ് രാവിലത്തെ ഫുഡ് കേട്ടോ. കണ്ടില്ല, സാമ്പാറും കാണിച്ചിരിക്കില്ല, സാമ്പാർ ഇഡ്ഡലി. ഓക്കെ, ഇന്നത്തെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ നമ്മളെല്ലാവർക്കും ബൈ, ഹായ്, ടാറ്റാ.